ഹലോ KCB. ഹലോ ഹലോ KCB അല്ലേ? അതെ KCB ആണ്. ആരാണ്? ഇവിടെ കറണ്ട് ഇല്ല. എങ്ങനെ? ഇവിടെ കറണ്ട് ഇല്ല, എനിക്ക് പേടിയാ. കറണ്ട് ഇല്ല അല്ലേ? ഭയങ്കര പ്രശ്നം അത്. എവിടുന്നാ വിളിക്കണേ? പെരുമണ്ണ അംഗനവാടിന്റെ പിറകിലാ. പെരുമണ്ണ അംഗനവാടിന്റെ പിറകിലോ? ഞാൻ സ്ഥിരം വരുന്ന സ്ഥലം അത്. ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ജനലിനും വാതിലിനും ഒക്കെ മുട്ടും, എനിക്ക് പേടിയാ. ആണോ? ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് വരാം. പിന്നെ പോസ്റ്റ് നമ്പർ PM 37. ഞാൻ അവിടെ സ്ഥിരം റീഡിങ്ങിന് വരുന്ന. എന്നെ കണ്ടിണ്ടാ? ലാൻഡ് ഫോണിൽ എങ്ങനെയാ കാണാ? അല്ല അപ്പോഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, അതാ പറഞ്ഞ എനിക്ക് വെരി ഗുഡ്. ഭർത്താവ് വിദേശത്താണോ അതോ നാട്ടിലുണ്ടോ? ഭർത്താവ് വിദേശത്താണോ അല്ലെ നാട്ടിലുണ്ടോ? ഞാനാണ് ഭർത്താവ്. ഞാനാണ് ഭർത്താവ്. നിങ്ങളെ പേരെന്താണ്? രാമേന്ദ്രൻ പിള്ള. രാമേന്ദ്രൻ പിള്ള അല്ലേ? ഞാൻ ഇവിടുന്ന് അവിടെ വന്നിട്ട് നിങ്ങളെ കറണ്ട് ശരിയായി തരണം. എടോ ചെങ്ങായ രാമചന്ദ്രൻ പിള്ളേ, ഈ ആദ്യം കൊണ്ടുപോയിട്ട് എൻ്റെ സൗണ്ട് ശരിയാക്ക് കേട്ടോ, എന്നിട്ട് ഞാൻ അത് നന്നാക്കാൻ വരാം. ഓരോ ചെങ്ങായിമാർ രാമേന്ദ്രൻ പിള്ളി അല്ലാത്ത ആൾക്കാരും വന്ന് ഇതാണ് കറണ്ട് പോയ ഇവിടെ. ഹലോ നമസ്കാരം, KCB ഓഫീസല്ലേ? KCB ആണ്. ആരാണ് സാറേ? സമയത്രയായി. എന്ത് സാറേ സമയത്രയായി? സമയം നോക്കാൻ ഞാൻ തറ വാച്ച്മാനോ? വേറെ സമയത്രയായി സാറേ, അറിയാൻ വേണ്ടിട്ടല്ലേ? എടോ ഇത് KCB ആണ്. അതെ സമയത്രയായി സാറേ. എന്തൊരു ഗതികേടാണ്. സമയം ഇപ്പൊ 7:10. മറന്നു പോയതാണോ? മറന്നുപോയി. ആരെ? ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. മറന്നുപോയി സാറേ, ഇവിടെ 7 മണിക്ക് പവർ കട്ടല്ലേ? ഇന്ന് 7:10 കറണ്ട് പോയിട്ടില്ല. മറന്നു പോയതാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. എടാ ആരാണ്ട? ഞാൻ ചെറിയൊരു കള്ളനാ. ഹലോ, കണ്ട കള്ളനും പെറുക്കിയൊക്കെ ഇങ്ങോട്ടാ വിളിക്കണേ. ഇത് ഇനി ഇതിന്റെ മുകളിൽ വെച്ചാൽ ശരിയല്ല, അത് പുറത്തേക്ക് വെക്കാം. അതപ്പോ കറണ്ടും ഇല്ലല്ലോ കൊണ്ടുപോടങ്ങ. ഹലോ, എന്താണ്? ഇത് KCB അല്ലേ? അല്ല, ഇത് കളക്ടറേറ്റാ. എടാ ചെങ്ങായി, ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചില്ലോ KCB ഓഫീസിൽ. പുറത്തൊരു ബോർഡ് കണ്ട് അകത്ത് വന്നപ്പോ നിങ്ങൾ ഇസ്തിരി ഇടുകയാണല്ലോ, അന്നേരം ഒരു സംശയം, അങ്ങനെ ചോദിച്ചാണ്. അത് എന്താന്ന് വെച്ചാലേ വീട്ടില് ഭയങ്കര കറണ്ട് ബില്ലാണ്. ആണോ? ഹുസൈൻ ബോൾട്ട് ഓടുന്ന മാതിരി അവിടുത്തെ മീറ്റർ ഓടുക. അമ്മായി ഓട്ടാ. അപ്പൊ അതുകൊണ്ട് ഇതാവുമ്പോ സർക്കാർ ചെലവില് കാര്യങ്ങളൊക്കെ കണ്ട് കഴിയല്ലോ. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അല്ല, നിങ്ങളെ പേരെന്താണ്? നിങ്ങളെ പേര്? KCB. അത് സ്ഥാപനത്തിന്റെ പേരല്ലേ? അതെന്നെ പറഞ്ഞ KCB. അല്ല, ഞാൻ നിങ്ങളെ പേരാണ് ചോദിച്ചത്. എടോ സ്ഥാപനത്തിന്റെ പേര് KSCB, ഇന്റെ പേര് KCB. ഓ സിബി. അങ്ങനെ എന്റെ പൊന്ന് സിബിയേട്ടങ്ങൾ ഒന്ന് സഹായിക്കണം. എന്നാ സഹായിക്കാനോ? എന്തേ? എന്റെ ഭാര്യക്ക് വിസില് മിണിങ്ങിപ്പോയി. അല്ല, തമ്പുരു മിണിങ്ങില്ലേ? തമ്പുരു മിണിങ്ങല്ല, ഓള് 10ാം മാസം ഗർഭിണിയാണ്. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പൊ ഡോക്ടർ മരുന്ന് വെക്കണമെന്ന്. മരുന്ന് വെച്ചപ്പോ കറണ്ട് പോയി. അല്ല, കറണ്ട് പോവാൻ ഞങ്ങൾ മരുന്ന് വെച്ചിന്. അല്ല, മരുന്ന് വെച്ചപ്പോ കറണ്ട് പോയി, കട്ടായി. ലേബർ റൂം മൊത്തം ഇരുട്ടിലാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ ജനറേറ്റർ ഇല്ല, നിങ്ങൾ പെട്ടെന്ന് KCB പോയിട്ട് ബോസിനെ കൂട്ടി വരണമെന്ന്. ഞാനോ? അങ്ങനെ വരാൻ വന്നാണ്. നടക്കൂലോ, ഇവിടെ ആളില്ല ചങ്ങായി. അങ്ങനെ പറയരുത് സാറേ, രക്ഷിക്കണം. ഇപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് അവിടെ പോയിട്ട് എന്താക്കാനാണ്? നിങ്ങൾ അവിടെ വന്ന് റെഡിയാക്കണം. ഞാൻ വേണേ ഇവിടെ നിൽക്കാം സാറേ. ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം? ഇവിടെ ആളില്ല. അല്ലേ തന്നെ അങ്ങനെ പറയരുത് സാറേ. നിങ്ങൾ ലേബർ റൂമിൽ ഇന്ന് തന്നെ വന്നിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ചെയ്താ പോരെ? അല്ല, രാവിലെ ചെയ്താൽ ശരിയാവൂല. കുട്ടി മാറിപ്പോ. എന്റെ പുള്ളി ഇരുട്ടാണല്ലോ. കുട്ടി മാറാനോ? മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഏത് കുട്ടി മാറിയാലും അന്റെ കുട്ടി മാറൂല. ഈ ഷേപ്പിൽ അങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് വേഗം കണ്ടുപിടിക്കാം. അല്ല, എനിക്ക് വന്ന ഗതികേട് എന്റെ കുഞ്ഞിന് വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. എടോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആകെ 4 സ്റ്റാഫുകളേ ഉള്ളൂ. അതില് സൂപ്രണ്ട് മക്കളൊക്കെ കൂടെ വെക്കേഷൻ ആയിട്ട് ടൂർ പോയതോ വീഗാലാൻഡില്. പിന്നെ ഇവിടെ ഉള്ള ഒരു ലൈൻമാനാ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡീസ് സ്റ്റാഫിനെ ലൈൻ ആക്കിട്ട് ഒളിച്ചോടി പോയി. ആണോ? ബാക്കി നിങ്ങൾ മാത്രമേ ഉള്ളൂ? പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളാന്ന് ശരിയാക്കാണ്. ഞാൻ ഇവിടെ നിൽക്കുക. അതാ
ഈ ഇവിടെ നിക്കാറുണ്ട് ഞാൻ ഞങ്ങൾ എല്ലാ പണി നിങ്ങൾ പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാ. എന്ത് പണിയും ചെയ്യോ? എന്ത് പണിയും ചെയ്യും. എന്തും ചെയ്യോ? എന്നാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും. ആ ഇതില് ഏതെങ്കിലും ഒന്നില് തൊട്. ഇതോ? ആ ഏതെങ്കിലും ഒന്നില് തൊട്. 2 3 4. ആ ഇതാണ് മീറ്റർ. ഇത് ഫേസ്. ഇത് പേടിച്ച് നിക്കേനി ഞാൻ. അതവിടെ നോട്ടെ. എന്താണ്? എടാ ചെങ്ങായി, ഞാനേ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ വരാനുള്ള ഒരു സാഹചര്യം ഇല്ല, സിറ്റുവേഷൻ നിങ്ങൾ വന്നേ പറ്റൂ സാറേ. ഇവിടെ വന്നേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ആള് വേണ്ടേ. എനിക്ക് വന്ന ഗതികേട് എന്റെ കുഞ്ഞിന് വരരുത്. അതാ അനക്ക് വന്ന എന്ത് ഗതികേട്? ഞാനൊരു കട്ടിന്റെ സമയത്താ ജനിച്ചത്. ആര് കട്ട സമയത്ത്? അല്ല കറണ്ട് കട്ടിന്റെ സമയത്താണ് ജനിച്ചത്. അപ്പൊ അതേ സമയത്ത് എന്റെ കുഞ്ഞും പ്രസവിക്കരുത് വിചാരിച്ചിട്ട് അത് രക്ഷിക്കണം സാറേ. ഞാനിവിടെ ആകെ ഫോൺ കോളും ഒക്കെ കൂടെ ആയിട്ട് ഭ്രാന്തായിട്ട് നിക്കാണ്. അല്ല ഇതൊക്കെ എന്താ ഇങ്ങനെ എടുത്തു വെച്ചത്? അന്നോട് ആരാണ്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു. അതാ വിളിക്കണം. ഈ എല്ലാം ഇപ്പൊ എടുത്ത് എടുക്കടാ. എടുക്കാതെ എത്ര നേരമാണ് കറണ്ട് പോയിട്ട്? എത്ര നേരമാണ് കറണ്ട് പോയിട്ട്? ഈ നാട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് റെഡിയാക്കണം അറിയില്ലേ? ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥിതി അറിയില്ല. ഞാൻ ബോസിനെ കൊടുക്കാം. എടാ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് പോയിട്ട് നേരെ എത്രയെന്ന് അറിയോ? 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കറണ്ട് ശരിയായി തരണം. ആരാണ്ടാണോ ആരോടോ സംസാരിക്കുന്ന മനസ്സിലായോ? ആരാണെങ്കിലും എനിക്ക് എന്താണ്ടാ? ഞാൻ ആരാന്ന് വെച്ചിട്ടാ എടാ ഇവിടുന്ന് അങ്ങോട്ട് വരാൻ സൗകര്യമില്ല ഇപ്പൊ. ഞാൻ ആരോടാണ് നീ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായോ? ചേലക്കാണ്ട് പോടാ അവിടുന്ന്. എന്റെ പേര് പറയടാ. ഉണ്ണി. ഇത്ര സൗണ്ടുള്ള ആൾക്ക് ഇടാൻ പറ്റിയ പേരാ ഉണ്ണി. നിങ്ങൾ വേറെ എന്തെങ്കിലും പേര്? 10 മിനിറ്റ് കൊണ്ട് എന്റെ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് വന്നില്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരും. അങ്ങോട്ട് വരാൻ സൗകര്യം ചിലക്കാ പോടാ. അഞ്ഞ് തീന്റെ മുകളിലേക്ക് ഉണ്ട് അങ്ങോട്ടൊക്കെ. അതാണ് അതല്ലാതെ ഇങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഒന്നോട് ആരാണ്ടോ അത് ഇട്ട് വെക്കാൻ പറഞ്ഞത്? അതാ. ഹലോ നമസ്കാരം. ആ കെ സി ബി ആണ്. ബാലേക്കാരനാ? ആ പാലക്കാരെ കെ സി ബി ഇവിടെ അല്ല, പാലയിലേക്ക് വിളിക്കുക. അതല്ല, ബാലെ ട്രൂപ്പ് നടത്തുന്ന ആളാ. ബാലെ ട്രൂപ്പുകാരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കണേ? സാറേ, ആ ആഴ്ചവട്ടം ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലെ ഒരു തെരുവ് വിളക്ക് ഇങ്ങനെ കത്തുക ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കെട് ഓഫ് ആവുക. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് വിൽക്കുന്നു എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. എന്തിന്? എന്ത് കാര്യത്തിന്? അത് ബാലെ ട്രൂപ്പിന്റെ ഫ്ലിക്കർ ലൈറ്റ് അടിച്ചു പോയി. ഞങ്ങൾക്ക് കെട്ടിക്കഴിഞ്ഞ ഒരു കാര്യം. അത് സർക്കാരിന് മുതലാണ്ടോ? തോന്നിയമാതിരി കളിക്കാനുള്ള അതിന്റെ മുകളിൽ തൊട്ടാന്റെ കയ്യാൻ വെട്ടിക്കാളൂ. അല്ല അങ്ങനെയല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. നിങ്ങൾ തരികയാണെങ്കിൽ ഒരു സൗകര്യമായല്ലോ. നേരത്തെ വിളിച്ച ബാലേക്കാരൻ തന്നെയാ. അത് ശരി. രാജാവും പ്രജയൊക്കെ നിങ്ങൾ തന്നെയല്ലേ അഭിനയിക്കല്? അത് മനസ്സിലായി. ഹലോ, അത് എടുക്കാൻ പറ്റില്ല കേട്ടാ. ഞങ്ങൾ ബോസ് ഞങ്ങളൊന്ന് വരുവോ? ഈടെ ഞാൻ എന്നോട് പറഞ്ഞില്ല മോനെ, ഇവിടുന്ന് ഇപ്പൊ വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ഇവിടെ നോക്ക്, ഇതാ വില പിടിപ്പുള്ള കുറെ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇതൊന്നും ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചു. ഇതെന്താ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ ആൾക്കാർ വിളിക്കല്ലേ. 10 മിനിറ്റ് മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നു പറഞ്ഞു. മൂപ്പര് ഉണ്ണി. മൂപ്പരെ പേരൊക്കെ വലിയൊരു മനുഷ്യനിട്ട പേര് ഉണ്ണി. അതിനെന്താണ് ഇപ്പൊ? അല്ലതെന്താ നിങ്ങൾ ഇവിടെ കയ്യിന്റെ അവിടെ എന്താ? പച്ച കുത്തിയതാ. എന്നിട്ട് ചുവപ്പ് കളറാണല്ലോ പച്ച കുത്തിയിട്ട്. എടോ, പച്ചാന്ന് പേരിൽ ഒരു ഗുണ്ട വന്ന് കുത്തിയതാ, മനസ്സിലായോ? അല്ലാതെ മൂപ്പരത് കുത്തിയതല്ലെങ്കിൽ കറണ്ട് പോയിട്ട് നേരെ എത്രയും. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇവിടെ കാറ്റടിച്ചാ കറണ്ട് പോകും. ഇത് കേരളാണല്ലോ. കാറ്റടിച്ച കറണ്ട് പോകും. എന്റെ കാറ്റ് ഞാനിപ്പോ തീർക്കും ഞാൻ. എടോ, ഞങ്ങളെ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല, മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഇത്ര വലിയ കാര്യങ്ങൾ ഇപ്പൊ അവിടെ? ഞാൻ ആരാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഗുണ്ടയാ. നിങ്ങൾ ഒരു കഷ്ണം കടലാസിൽ എഴുതി ഇവിടെ ഒട്ടിച്ചോളി. ഗുണ്ടയാന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസമില്ലാത്ത മാതിരി പുറഞ്ചൊറിയുണ്ടോ? എന്താ എന്താ തപ്പി കളിക്കണ? എന്താണ് കേടോ? ഇതൊന്നും തന്നിട്ട് കാര്യമില്ല. ഇവിടെ കൈക്കൂലിനെ തന്നിട്ട് പോകാൻ പറ്റില്ല. നീ വാളൊക്കെ തന്നിട്ട് ആര് പോകാനാണ്? എനക്ക് തരാൻ വേണ്ടിട്ടല്ല, മനസ്സിലായ ഞാൻ ഗുണ്ടയാണെന്നുള്ളത്. ഓഹോ, അത് ഇത് നിങ്ങൾ കൊണ്ടു നടക്കാല്ലേ? ഞങ്ങളുടെ രഹസ്യ സങ്കേതം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന. അവിടെ കൈവെട്ടാനുള്ളവര്, കാല് വെട്ടാനുള്ളവര്, തല വെട്ടാനുള്ളവരൊക്കെ ഫോട്ടോ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുവിടല്ലേ. കോഴിപ്പീടിയാണ് നടത്തുന്നല്ലേ? കോഴിപ്പീടിയല്ലോ, കൊട്ടേഷനാണ്. അപ്പൊ ഓരോരുത്തരെ ഫോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൈ വെട്ടേണ്ടവന് പകരം തല വെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയോ? അങ്ങനെ ഒരു പ്രശ്നം. 10 മിനിറ്റ് കൊണ്ട് കറണ്ട് റെഡി ആവണം. അല്ല, നിങ്ങൾ ഇത് നിൽക്കുക, അങ്ങോട്ട് മാറ്റിക്കുക. അതിന്റെ മുകളിൽ എന്തോ ഒരു തീരുമാനമാക്കണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി, നിങ്ങളെ ശരിക്കുള്ള പേരെന്താ പറഞ്ഞേ?
വടിവാളുണ്ണി. വടിവാൾ നിങ്ങളെ തറവാട്ട് പേരാ? എടോ ഇത് കൊണ്ടു നടക്കുന്നതിനെ കൊണ്ട് ആൾക്കാർ ഇഷ്ടമെന്നൊരു പേരാണ്, മനസ്സിലായോ? ഓ അങ്ങനെ. തറവാട്ട് പേരോ? അപ്പൊ പരിഹസിക്കുക അല്ല ഉണ്ണേട്ടാ, ഹോസ്പിറ്റലിലേക്ക് ഇവനെന്താ ഓന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കാൻ പോലെ. ഇത് കഴിഞ്ഞിട്ട് മതി എന്റെ ഭാര്യന്റെ പ്രശ്നം, മനസ്സിലായോ? ഞാൻ പോയാലും എടുക്കാൻ പറ്റുള്ളൂ. എന്താ ഈ എന്താ വേറെടുക്കുന്ന ആളാ? അല്ല, ഞാൻ പോയി അവിടെ ലൈറ്റ് നന്നാക്കി കൊടുക്കണം. ഇതിപ്പോ എന്താ ഒരു തീരുമാനമാക്ക്. എല്ലാം എന്താ അറിയോ, 10 മിനിറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എവിടെയാ നിങ്ങളെ രഹസ്യ സങ്കേതം എവിടെയാ? അതിനടക്കട്ടെ, അത് പറഞ്ഞു തരില്ല. അത് പോലീസിനോട് പറഞ്ഞു കൊടുക്കാനല്ലേ. നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് വേണം നന്നാക്കാൻ. അവന്റെ ഒരു ഐഡിയ നോക്ക്. അല്ല, നിങ്ങളെ രഹസ്യ സങ്കേതം എവിടെയാന്ന് ഇപ്പൊ ഞാൻ അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ആക്കാന്ന് പറഞ്ഞേ. അത് നമ്മൾ ചന്ദ്രൻ മണിക്കേരെടുത്ത് വെച്ച് കവിട് നിരത്തിയാൽ മതി, എന്നാൽ മൂപ്പര സ്ഥലം പിടി. അല്ല അപ്പൊ ഉണ്ണേട്ടാ, ഞാൻ എന്നാല് തൽക്കാലം ഞാൻ പാണ്ട് പോവാ. നിങ്ങളെ രഹസ്യ സങ്കേതം എവിടെയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇവിടെ കുറച്ച് വിലപിടിപ്പുള്ള സാധനമൊക്കെ ഉണ്ടാക്കൊന്ന് ശ്രദ്ധിക്കണം. KCB ഒന്ന് നോക്കണം നിങ്ങള്. ഇത് വിൽക്കുണ്ടോ? ചെമ്പ് കമ്പിയാണ്, അതൊന്നും തുടരുത്. അതൊക്കെ വലിയ വിലയുള്ള സാധനങ്ങളാ. അതുകൊണ്ട് തന്നെയാ ചോദിച്ചത് വിൽക്കുണ്ടോന്ന്. കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. അതൊന്നും കൊടുക്കാനുള്ളല്ലാന്ന്. ഇതൊക്കെ എന്താ വെച്ചാലേ എന്നാലേ സർക്കാരിന്റെ കയ്യിൽ ഈ കണക്ക്. പഴയ ക്യാമറയോ? ക്യാമറ അത് മീറ്റർ ബോർഡാന്ന്. ഈ ഫീസ് എന്തായാലും ഞാൻ കൊണ്ടു. ഇതെന്തിനാ ഫീസ്? എന്തിനാ നിങ്ങൾക്ക്? പെങ്ങളെ കുട്ടീന്റെ ഫീസ് അടച്ചില്ല, അപ്പൊ ഇതെന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ എന്റെ ഫീസ് ഊരരുത് കേട്ടോ. ഞാനേ കറണ്ട് ശരിയാക്കി തരാൻ പറഞ്ഞു. അല്ല, ഞാൻ ഒന്നും ചെയ്യില്ല. പോയിട്ട് വാ. എന്നാ പിന്നെ ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങള്. അല്ല, ഇവിടെ ഇപ്പൊ എന്താ പണി? മേലിറങ്ങിയിട്ടുള്ള ഒരു മണിക്ക് എനിക്ക് പറ്റില്ല. അല്ല, മേലിറങ്ങി ഒരു പണിയും ചെയ്യണ്ട. ഇടയ്ക്ക് ഫോൺ വരും, അപ്പൊ നിങ്ങളാക്കെ ഒന്ന് എടുത്താൽ മതി. നോക്കി, ഞാനൊരു കോള് ചെയ്തോട്ടെ. ഹോസ്പിറ്റലിലേക്ക് ഒരു കോള് ചെയ്തോട്ടെ. ഇതെന്താണ്ടത്? STD ബൂത്തോ? ഒരു ലോക്കലാണ്. ഈ വിളിക്കുമ്പോ ലോക്കലായിരിക്കും, ഉറപ്പാണ്. ആൾക്കാർ മുഴുവൻ പണി ലീവാക്കി. ഹലോ, മാമ, ഞാനങ്ങോട്ട് വരൂല. ഇല്ലല്ല, KCB മൂപ്പര് അങ്ങോട്ട് വരൂ. എനിക്കിപ്പോ എന്തായാലും ലേബർ റൂമ് കയറാൻ പറ്റൂലോ. മൂപ്പര് ലൈറ്റ് ശരിയാക്കി പോവും. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. വെക്കട്ടെ, നമ്പർ പറഞ്ഞോണ്ടാ, സേവ് ചെയ്ത് വെച്ചാളാട്ടാ. വേറെ കൊണ്ട് വിളിക്കണം, ഇതിലേക്ക് തന്നെ വിളിക്കണോ? അതിനാ ആയിക്കോട്ടെ, ഓക്കെ. ഇതെന്താണ് എന്റെ പൊരയോ? അല്ല, നമ്മുടെ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണല്ലോ. ഇങ്ങോട്ട് ഇവിടെ അല്ലാൻ തന്നെ ഓരോരുത്തർ വിളിച്ചോണ്ട് കഴിഞ്ഞ അതിന്റെ ഇടയ്ക്ക് എന്റെ കുടുംബക്കാരും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. അതല്ല, വേഗം ഞാൻ പോയിട്ട് കണ്ടുപിടിക്കാം. ഒന്ന് പെട്ടെന്ന് റെഡിയാക്കണേ. എന്താ പണി? പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. പെണ്ണുങ്ങൾ ഹോസ്പിറ്റലാണ്. അതന്നെയാ പണി? അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു പണി പറഞ്ഞേ. എന്താ ഗുണ്ടയാവുന്നോ? മാസത്തിൽ എന്ത് കിട്ടും? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓരോ വർക്കിനനുസരിച്ചാ. ആൾക്കാരെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാലോ, വലിയ മെനക്കെടൊന്നും ഇല്ലല്ലോ. ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നടന്നാൽ. ഹലോ ഹലോ, മാമനാടാ. പറ. രാമചന്ദ്ര മാമനാണ്. എനിക്ക് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ ഏറ്റെടുക്കാം. എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ലേബർ റൂമിലാണ് ഓപ്പറേഷൻ. ലേബർ റൂമിലല്ല, ഹോസ്പിറ്റലിന്റെ പുറകിലാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുക്കും. പറഞ്ഞോ, എവിടെ വെച്ച്, ആരാണ് കക്ഷി, എപ്പോഴാണ്, എങ്ങനെയാണ്. പിന്നെ ബ്ലഡ് വേണ്ടി വരും. ബ്ലഡ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വാളിന്റെ മുകളിൽ പുരട്ടി നിങ്ങളെ കൊണ്ടേ കാണിക്കും. തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രം പൈസ മുഴുവൻ തന്നാ മതി. എന്തൊക്കെയാ പറയാ? വെള്ളമുണ്ട് വേണം. വെള്ളമുണ്ടിൽ പൊതിഞ്ഞു കൊണ്ടുവരണോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ചിലപ്പോ കയ്യും കാലൊക്കെ വേറെ വേറെ കിടക്കില്ലേ, വെള്ളം ഉണ്ടാവണമെന്നില്ല. പോരെ. ഷാജിന്റെ ഭാര്യ എന്നല്ല, ലോകത്തിലേത് പെണ്ണുങ്ങളെ കൊട്ടേഷനും നമ്മൾ ഏറ്റെടുക്കുന്ന ധൈര്യമായിട്ട് വന്നാ മതി. അഡ്വാൻസ് മതി. അതെനിക്കുള്ള ഫോണിന്. ഏത്? ഈ ഫോണ്. അങ്ങനെയാ? എന്നെ ഇങ്ങോട്ടാ വിളിക്കുക? ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞല്ലേ. ശരി, നോക്കണ്ട. നിങ്ങൾ എന്തൊരാളാണ്? ഹലോ, രാമചന്ദ്ര മാമനാണോടാ? ഹലോ, മാമാ ഷാജിയാണോ? ഷാജിയാണ്. ഷാജിയേ, ദൈവത്തിന്റെ കൃപ കൊണ്ട് തള്ളയും കുട്ടിയും വേറെ വേറെ ആയടാ. ആമോ, സന്തോഷായി.
ആണോ? കേട്ടാ ഓ കുട്ടി അന്ന മുറിച്ച മുറിയാണോടാ. അതങ്ങനെ തന്നെയാവും മാമ. നല്ല എല്ലാ കള്ളലക്ഷണവും കിട്ടിയിരിക്കണ്. ആ ആണോ? പിന്നെ ഓ വടക്ക് പറഞ്ഞയച്ച ആളൊന്നും എത്തിയില്ലല്ലോ. KSFBക്ക് എവിടുത്തെ ആള് അല്ലേ? അല്ല മൂപ്പരാട് അങ്ങോട്ടാണല്ലോ വന്ന്. ഇവിടെ വന്നില്ല. ഇവിടെ ആ ഇപ്പൊ ഡോക്ടർ പെട്രോമാക്സ് കത്തിച്ചിട്ടാ പ്രസവം എടുക്കണത്. പെട്രോൾ മാക്സോ? ആ ഇതിപ്പോ ആരാ പിടിച്ചു കൊടുക്കണേ? എനിക്ക് ഇവിടെ പണി കിട്ടിയല്ലോ. എന്ത്? ഞാൻ ഇപ്പൊ ഇവിടെ ലൈറ്റ് ബോയിയാ. ആശുപത്രിയിലോ? ആ പെട്രോമാക്സ് പിടിച്ചു കൊടുക്ക. ആ ഇനി എന്റെ ഭാര്യന്റെ കഴിഞ്ഞ് വടക്കുംപാട്ട സുമതിന്റെ പ്രസവം ഉണ്ട്. അതിനിപ്പോ ലൈറ്റ് അടിക്കാൻ പോവാ ഞാൻ. ആണോ? ആ ഒരു കയ്യില് കുത്തി ഒരു കയ്യില് പെട്രോമാക്സാ. അങ്ങനെ മാമനൊരു ജോലിയായല്ലോ. ആഹാ പിന്നെ ആ ബദാ കുട്ടിക്ക് അല്ല എന്റെ ഒരു സൗണ്ട് ഒക്കെ കേക്കണ്ടേ? ആ ആ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക. ബോസ് അങ്ങക്ക് പാട്ടറിയാം. ഒരു പാട്ട് പാടി കൊടുക്ക. എടാ എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കി കൊടുക്കടാ. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൊടുക്കാം. അല്ല അതാ ഓമന തിങ്കൾ കിടാവോ നല്ല കമള താമര പൂവോ എടാ സാജ് ഓ ആരാട്ട് പാടാൻ പറഞ്ഞിട്ട് ഇടിവെട്ടിന്റെ സൗണ്ട് ആണ്ടാ കേൾപ്പിച്ചു കൊടുക്കണ കുട്ടിക്ക്. ബോസ് പാടിയതാണ്. അത് പേടിച്ച് അരണ്ടിച്ചുണ്ടാവും. വെച്ച് പോർന്ന്. ആണോ? ഞാൻ പെട്ടെന്ന് വരട്ടെ മാമ. ആയിക്കോട്ടെ. ഓ സന്തോഷായി. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു പാട്ട്. ഇവിടുത്തെ മെയിൻ ആളാരാ? മെയിനാണ് ഞാനാണ്. ഞാനാണ് മെയിൻ. ഞാനാണോ? ഞാനല്ലേ ഫസ്റ്റ് വന്ന്. ഇവിടുന്ന് പോകുന്ന ആള് എന്നോടാണ് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞത്. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ഫസ്റ്റ് ഞാനാണ് ഇവിടെ ഞാനാണ് വന്നത്. മെയിൻ. അല്ല ഞാനാണ്. ഞാനല്ലടോ മെയിൻ. ഞങ്ങൾ തന്നെയാണ് മെയിൻ. ഞാനാണ് മെയിൻ. ഇയാൾ മെയിൻ? അതെ. ഏതാ വകുപ്പ് എന്ന് പറഞ്ഞില്ല. ഏതാ വകുപ്പെന്നോ? എടാ എപ്പ കറണ്ട് പോയാൽ ഞങ്ങൾ ക്ഷമിക്കും. അർജന്റീന ബ്രസീലുള്ള ഫുട്ബോളിന്റെ സമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾ ക്ഷമിക്കൂല. മനസ്സിലായിക്കോ? വടിവാളി കേട്ടാ. ഈ മെയിൻ ആവണോ? അല്ല നിങ്ങൾ തന്നെയാ മെയിന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാത്തിനും അങ്ങനെ കയറി തല വെക്കരുത് കേട്ടോ. ആ വരുന്നുണ്ടല്ലോ ബോസ് ഇവിടുത്തെ. എന്തൊക്കെയാ ശരിയായോ? ശരിയായോ? ഒളിസങ്കേതത്തിൽ അല്ലേ? ആരാണ്ട അവിടെ മെയിൻ ഓഫാക്കി? മെയിൻ സ്വിച്ച് ഓഫാക്കി ആരാന്ന്? അത് ഞാനാണ്. അല്ലേ? മെയിൻ സ്വിച്ച് ഓൺ ആക്കിട്ട് ചാനലില് അടിയിൽ ഇങ്ങനെ സ്ക്രോളിങ് പോകുന്നുണ്ട്. ഇടിമിന്നൽ സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിടുന്ന നല്ലതായിരിക്കുന്നു. ആണല്ലേ? കണ്ടിട്ട് ഇന്നലെ ഇടിമിന്നലുള്ള സമയത്ത് ഞാൻ ഓഫ് ആക്കിയിട്ടതാ. അതെ ഉണ്ണി വടിവാളില്ലേ ഉണ്ണിയേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഇട്ടാലേ ലൈറ്റ് കത്തുള്ളൂ. എന്തുണ്ടാക്കുന്നുണ്ട്? പ്രസവിച്ച്. ആണോ? നന്നായി. പൊറത്ത് ഇറങ്ങിപ്പോയില്ലേ? ഗുണ്ടയാണ് പോലെ വലിയ തണ്ടും തടിയും ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ ഗുണ്ടകൾക്കും ഒരു പ്രശ്നമുണ്ട്. 10 പൈസേന്റെ വിവരം ഉണ്ടാവില്ല.